കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ശ്രീ ദുർഗായൈ നമഃ. നമ്മൾ വിശ്വകർമാവ്, അതായത് ദേവന്മാരുടെ ശില്പി, ആർക്കിടെക്റ്റായിട്ടുള്ള വിശ്വകർമാവ് കൊടുത്ത സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് നമ്മൾ പറഞ്ഞു. 26-ലും 27-ലും 28-ലും അങ്ങനെയാണ് നമ്മൾ നിർത്തിയത് അല്ലേ. അതായത് കവചവും അടക്കം അനവധി സാധനങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞ് നിർത്തി. ഇനി നമുക്ക് 29 ചെയ്യാം കേട്ടോ. അമ്ലാന പങ്കജം മാലാം ശിരസ്സുരസി ചാപരം അതദാജ്ജലധിസ്തസ്യൈ പങ്കജം ചാതിശോഭനം. അപ്പോൾ ജലധി, അതായത് സമുദ്രം, അല്ലെങ്കിൽ വരുണ ഭഗവാനും പറയാം. സമുദ്രം എന്താ ചെയ്തത്? തസ്യൈ, ഭഗവതിക്ക് അമ്ലാന പങ്കജാം മാലാം അതദാത്, ഇതള് വാടാത്ത, ഒരിക്കലും വാടാത്ത ചെന്താമര കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാലയാണ് നൽകിയത്. ആര്? ജലധി, സമുദ്രം. അമ്ലാന പങ്കജമാണ് കേട്ടോ. അതായത് ഒരിക്കലും വാടാത്ത ചെന്താമര കൊണ്ടുള്ള ഒരു മാലയാണ് കൊടുത്തത്. പിന്നെയോ അതെന്തിനാ? ശിരസി, ഭഗവതിയുടെ മുടിയിൽ ചൂടാൻ. ഉരസി അപരാം ച, മാറിലണിയാൻ വേറൊരു മാലയും കൊടുത്തു. ഉരസി ചെന്താ? മാറ് ചെസ്റ്റ്. അപ്പോൾ ഉരസി അപരാം ച, തലയിൽ ചൂടാനൊരു മാല. ഒക്കെ വാടാത്ത മാലകളാട്ടോ. പിന്നെയോ മാറിൽ ഇടാനായിട്ട് വേറൊരു മാല. പിന്നെയോ കയ്യിൽ പിടിക്കാനും അതിശോഭനം പങ്കജം ച, കയ്യിലെടുത്തിട്ട് വാസനിക്കാനും ഇങ്ങനെ പതുക്കെ തലോടാനും ഒക്കെ ആയിട്ട് വേറൊരു ചെന്താമരപ്പൂവും, വാടാത്ത ചെന്താമരപ്പൂവും നൽകി. ആര്? പിന്നെ വാടാത്ത താമരമാല, 2 താമരമാല, ഒന്ന് തലയിൽ ചൂടാനും ഒന്ന് മാറിലിടാനും. പിന്നെ വാടാത്തൊരു താമരപ്പൂവാണ് ജലധി കൊടുത്തത്. വരുണൻ എന്ന് പറയാം, അല്ലെങ്കിൽ സമുദ്രം എന്ന് പറയാം. സമുദ്രം എന്ന് പറയാം, ഭൂമി കൊടുത്തുല്ലോ, അതുപോലെ. ഇനി അമ്ലാന പങ്കജമാലം ശിരസ്സുരസി ചാപരം അതദാജ്ജലധിസ്തസ്യൈ പങ്കജം ശാധിശോഭനം. 30. ഹിമവാൻ വാഹനം സിംഹം രത്നാനി വിവിധാനി ച ദദാവ ശൂന്യം സുരയാ പാനപാത്രം ധനാധിപ. പിന്നെന്താണ്? ഹിമവാൻ സിംഹം വാഹനം കൊടുത്തു. വാഹനമായിട്ടുള്ള സിംഹത്തെ ആരാ കൊടുത്ത? ഹിമവാൻ കൊടുത്തു. മാത്രമല്ല കേട്ടോ, വിവിധാനി രത്നാനി ച ദദൗ, പലതരം എന്താണ് പർവ്വതങ്ങളിലൊക്കെ രത്നങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഹിമവാനിലൊക്കെ അമൂല്യ രത്നങ്ങളൊക്കെ ഉണ്ടേ. അപ്പോൾ വാഹനമായിട്ടൊരു സിംഹത്തിന് കൊടുത്തു മാത്രമല്ല, പിന്നെ ഹിമവാൻ്റെ കയ്യിലുള്ള ഇതിൽ വെച്ച ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള രത്നങ്ങളെയും കൊടുത്തു ഭഗവതിക്ക്. പിന്നെയോ ധനാധിപ സുരയ അശൂന്യം പാനപാത്രം ദദൗ, ഒരിക്കലും, സുര പറഞ്ഞാൽ ശരിക്കും ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക് ആയിട്ടാണ് പറയുക. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഈ ചെടി പിഴിഞ്ഞ ആ ഒരു സുരാപാനം, അപ്പോൾ അതിന് ലഹരി ഉണ്ടെന്നാണ് പറയുക. എന്തായാലും ഇപ്പോൾ ഇവിടെ സുര എന്ന് പറഞ്ഞാലും മതി നമുക്ക്. അല്ലെങ്കിൽ എനി സ്വീറ്റായിട്ടുള്ള വൈൻ പോലത്തെ നല്ല സ്വീറ്റായിട്ടുള്ളൊരു ഡ്രിങ്ക് എന്ന് വെച്ചോളൂ. അപ്പം അതാരാ കൊടുത്തറിയോ? കുബേരൻ അല്ലെങ്കിൽ വൈശ്രവണൻ, അതായത് രാവണൻ്റെ സ്റ്റെപ്പ് ബ്രദറാണ് കേട്ടോ വൈശ്രവണൻ. വിശ്രവസിൻ്റെ മക്കളാണല്ലോ. അപ്പോൾ വൈശ്രവണനും രാവണനും. അപ്പോൾ രാവണൻ്റെ സ്റ്റെപ്പ് ബ്രദറാണ് കേട്ടോ. അമ്മ വേറെയാണ്. കൈകസിയാണ്
പിന്നെ രാവണൻ്റെ അമ്മ മറ്റേ വൈശ്രവണൻ്റെ അമ്മ വേറെയാണ്. അപ്പോൾ എന്തായാലും അത് നമുക്കിവിടെ പിന്നെ പ്രശ്നമില്ല. രാവണൻ്റെ സ്റ്റെപ്പ് അല്ലെങ്കിലും കുബേരൻ അല്ലെങ്കിൽ നമ്മൾ വൈശ്രവണൻ എന്നും പറയാറുണ്ട്. ധനാധിപൻ അല്ലേ, ധനത്തിൻ്റെ ആളാണല്ലോ കുബേരൻ. ഒരിക്കലും ഒഴിയാത്ത, എത്ര എടുത്താലും തീരാത്ത ഒരു പാനപാത്രം, സുര പാത്രം എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു പാനപാത്രം, ഒരു ഗ്ലാസ്സോ കപ്പോ എത്ര ഒഴിച്ചാലും അതിൽ എത്ര എടുത്താലും കുടിച്ചാലും തീരാത്ത ഒരു പാനപാത്രം കൊടുത്തു. ആര്? പിന്നെ കുബേരൻ അല്ലെങ്കിൽ വൈശ്രവണൻ. അപ്പോൾ ഹിമവാൻ, ഈ ശ്ലോകത്തിലെ ഹിമവാൻ ഒരു സിംഹത്തിനെ കൊടുത്തു ദേവിക്ക് വാഹനാക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് രത്നങ്ങൾ കൊടുത്തു. കുബേരൻ എന്താ പറയുക, ഒരു നല്ല തീർന്നു പോവാത്തൊരു പാനപാത്രവും കൊടുത്തു. ഇനി ഹിമവാൻ വാഹനം സിംഹം രത്നാനി വിവിധാനി ച ദദാവ ശൂന്യം എന്നാണ്, അതായത് ഒഴിയാത്ത പാത്രം, എത്രയായാലും ഈ അക്ഷയപാത്രം പോലെ. ദദാവ അശൂന്യം സുരയാ പാനപാത്രം ധനാധിപ, അശൂന്യമായിട്ടുള്ളൊരു പാനപാത്രം കൊടുത്തു. ശേഷശ്ച സർവനാഗേശോ മഹാമണി വിഭൂഷിതം നാഗഹാരം ദദൗ തസ്യൈ ധത്തേ യഃ പൃഥിവീമിമാം. 31 എന്താ? യഹ ഇമാം പൃഥിവീം ധത്തേ സഹ ശേഷഃ ച നാഗഹാരം തസ്യൈ ദദൗ. ഈ ഭൂമിയെ തലയിൽ ധരിച്ചും കൊണ്ടിരിക്കണ ഈ ആദിശേഷൻ എന്ന അനന്തൻ എന്താ കൊടുത്ത? നാഗഹാരം. നാഗഹാരം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഈ നാഗപടത്താലി എന്നൊക്കെ നമ്മൾ കാണാറില്ലേ, നമ്മൾ ഉണ്ടല്ലോ നാഗപടത്താലി, നാഗത്തിൻ്റെ പടം പോലെയുള്ള കുറേ എണ്ണം അങ്ങനെയായിട്ടുള്ള നാഗപടത്താലി കൊടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് നാഗഹാരം എന്ന് പറയുമ്പോൾ നാഗത്തിൻ്റെ ആകൃതിയിലുള്ള ലോക്കറ്റുകൾ അല്ലെങ്കിൽ കുറേ അങ്ങനത്തെ ഉള്ളത് നമ്മളൊക്കെ നാഗപടത്താലി പറയണത് തന്നെ അല്ലേ. അപ്പോൾ ഈ ഭൂമിയെ തലയിൽ ധരിച്ചും കൊണ്ടിരിക്കുന്ന ആദിശേഷൻ എന്ന അനന്തൻ നാഗഹാരം അല്ലെങ്കിൽ നാഗപടത്താലി കൊടുത്തു. സർവനാഗേശ, ആരാ അനന്തൻ? എല്ലാ നാഗങ്ങളുടെയും നാഥനാണ് അല്ലേ. നാഗരാജാവായിട്ടുള്ള അനന്തൻ പാമ്പ് നാഗഹാരം കൊടുത്തു, അല്ലെങ്കിൽ നാഗപടത്താലി കൊടുത്തു. പിന്നെയോ മഹാമണി വിഭൂഷിതം നാഗഹാരം ദദൗ. മാത്രമല്ല സാധാരണ ഒരു നാഗഹാരമല്ല, മഹാമണി വിഭൂഷണാണ്. അതായത് വളരെ അനർഘങ്ങളും വളരെ വില പിടിച്ചതുമായിട്ടുള്ള രത്നങ്ങൾ പതിച്ചത്, സ്റ്റഡഡ് വിത്ത് ജെംസ് ആൻഡ് സ്റ്റോൺസ്, സ്റ്റഡഡ് വിത്ത് ജെംസ് ആൻഡ് പ്രഷ്യസ് സ്റ്റോൺസ് തന്നെ പറയാം. അങ്ങനെ പല അനർഘമായിട്ടുള്ള രത്നങ്ങൾ പതിച്ച് അലങ്കരിച്ച ഒരു നാഗപടത്താലി കൊടുത്തു. ആര്? ഭൂമിയെ തലയിൽ ധരിച്ചും കൊണ്ടിരിക്കുന്നവനും എല്ലാ നാഗങ്ങളുടെ രാജാവുമായ അനന്തൻ പാമ്പ് എന്താ ദേവിക്ക് കൊടുത്തത്? ഒരു നല്ല കല്ല് വെച്ച, അതിവിശേഷമായിട്ടുള്ള കല്ലുകൾ വെച്ച നാഗപടത്താലി കൊടുത്തു എന്നാണ് പറഞ്ഞത്. ശേഷശ്ച സർവനാഗേശോ മഹാമണി വിഭൂഷിതം നാഗഹാരം ദദൗ തസ്യൈ ധത്തേ യഃ പൃഥിവീമിമാം. പൃഥ്വിയെ ധരിച്ചും കൊണ്ടിരിക്കുന്ന ആളാണല്ലോ തലയിൽ. അന്യൈരപി സുരൈർദേവീ ഭൂഷണൈരായുധൈസ്തഥാ തഥാ സമ്മാനിതാ നനാദോച്ചൈ സാട്ടഃ സമ്മുഹുർമുഹു. ആഭരണം പറഞ്ഞ കാര്യം ഇതോടെ കഴിഞ്ഞു. എന്താ പറയണ? അന്യഹി സുരൈഹി അഭി, ബാക്കി ഇവിടെ പേര് പറയാത്ത അസുരന്മാരൊക്കെ ഭൂഷണൈഹി തഥാ ആയുധൈഹി സമ്മാനിത, ആയുധങ്ങളും ഭൂഷണങ്ങളും ഇവിടെ പറയാനൊന്നും പറ്റില്ല. 33 കോടി ദേവന്മാരല്ലേ, എല്ലാവരും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ പറയാത്ത മറ്റു ദേവന്മാരും അവരുടെ കയ്യിലുള്ള ആയുധങ്ങളിൽ നിന്നുണ്ടാക്കിയ ആയുധങ്ങളും ആഭരണങ്ങളും ദേവിക്കു നൽകി. എന്നിട്ടോ അങ്ങനെ സമ്മാനിക്കപ്പെട്ട ദേവി എന്താ ചെയ്ത? സമ്മാനിതാ ദേവി സാട്ടഹാസം ഉച്ചൈഹി മുഹു മുഹു നനാദ. ഇങ്ങനെ ബാക്കി ദേവന്മാരാലും ആഭരണങ്ങളും ആയുധങ്ങളും സമ്മാനിക്കപ്പെട്ട ആ ദേവി മുഹു മുഹു പറഞ്ഞ വീണ്ടും വീണ്ടും
ഉച്ചൈഹി ഉച്ചത്തിൽ, നനാദ മീൻസ് ഗർജിച്ചു, അല്ലെങ്കിൽ ആർത്തലറി എന്നൊക്കെ പറയാം. ഉറക്ക ശബ്ദം ഉണ്ടാക്കി ദേവി. കാരണം അസുരന്മാരെ പേടിപ്പിക്കാനാണല്ലോ. അപ്പോൾ 18 കയ്യിൽ ധരിക്കേണ്ട ആയുധങ്ങളെയൊക്കെ ഇതുവരെയായിട്ട് എടുത്തു പറഞ്ഞു കേട്ടോ. പിന്നെ ബാക്കി ഇവിടെ പറയാത്ത ദേവന്മാരാലും ആയുധങ്ങൾ കൊടുത്തിരിക്കുന്നു. അപ്പം ദേവി ശരിക്ക് അഷ്ടദശഭുജയാണ്. അതായത് 18 പ്രധാനമായിട്ടുള്ള കയ്യ്. പിന്നെ ശരിക്ക് ദേവി സഹസ്രഭുജയാണ്. അഷ്ടദശഭുജ പറഞ്ഞാൽ, അഷ്ടദശ പറഞ്ഞാൽ ദശഞ്ച 18, അഷ്ടഞ്ച 8, അപ്പോൾ 18. അഷ്ടദശഭുജയാണ്. അത്ര 18 എടുത്തു പറഞ്ഞു ഇവിടെ. പിന്നെ ബാക്കിയുള്ള ദേവന്മാരൊക്കെ കൊടുത്ത് നോക്കുക വെച്ചാൽ ദേവി സഹസ്രഭുജയാണ്. 1000 കൈകളുണ്ട് ദേവിക്ക്. അപ്പം ഈ എന്താണ് വിശ്വരൂപം പോലെയാണ്. വിശ്വരൂപം പോലെയാണ് ദേവി. പറഞ്ഞില്ലേ ത്രിലോകം നിറഞ്ഞു നിൽക്കുകയാണ് പറഞ്ഞില്ലേ. അപ്പോൾ പ്രധാനമായിട്ടുള്ള അഷ്ടദശഭുജയും പ്രധാനമായിട്ടുള്ള 18 കയ്യിൽ പ്രധാന പിന്നെ എന്താണ് ആയുധങ്ങൾ എടുത്തുന്നേ ഉള്ളൂ. ശരിക്കും സഹസ്രഭുജയാണ്. നമുക്ക് നോക്കി വെക്കാം കേട്ടോ. 18 ഞാൻ ഇപ്പം നമ്മൾ ഈ കൊടുത്ത ദേവന്മാർ കൊടുത്തതിൻ്റെ കണക്കിൽ തന്നെ ശരിക്കും പറയുന്നുണ്ട് 18. ഏതൊക്കെ അറിയോ? അത് അതിനൊരു ശ്ലോകം കണ്ടു ഞാൻ ഈ 18 പറയണത്. അക്ഷമാലാച കമലം, ബാണോസി കുലിശം ഗദ, ചക്രം തൃശൂല പരശു, ശംഖോ ഖണ്ഡാച പാശക. അങ്ങനെ അതെന്താ പറയുക? അക്ഷമാല ബ്രഹ്മാവ് കൊടുത്തതേ. പിന്നെ അതൊന്ന്. കമലം താമരപ്പൂ 2, ബാണം 3, അസി പറഞ്ഞ വാള, ബാണോസി അസി പറഞ്ഞ വാള 4, കുലിശം, പിന്നെ ഗദ, ചക്രം, തൃശൂലം, പരശു മഴു, ശംഖായ 10 ഇപ്പോൾ, ഖണ്ഡ മണി 11, പാശം 12, ശക്തി വേല് 13, ദണ്ഡം 14, ചർമ്മം അതായത് ഈ പരിച 15, ചാപം 16, പാനപാത്രം 17, കമണ്ഡലു 18. മഹാലക്ഷ്മി ഇങ്ങനെയാണ് ആയതപ്പോൾ. 18 കൈയുണ്ട്. പിന്നെ 1000 കയ്യിൽ പല പല സാധനങ്ങളുണ്ട്. പക്ഷെ പ്രധാനമായിട്ട് 18 കൈയായിട്ട് ആ 18 ഇപ്പോൾ നമ്മൾ പറഞ്ഞത് കേട്ടോ. പിന്നെ എന്താണ് അതെ. ഇനി പിന്നെ ഒരു കാര്യം കൂടി നമുക്കിവിടെ പറയേണ്ടതാണ്. എന്താ പറയുക? ദേവി എന്ന് പറഞ്ഞാൽ ബ്രഹ്മശക്തിയാണ്, ശിവശക്തിയാണ്, വിഷ്ണു ശക്തിയാണ്, മൂലപ്രകൃതിയുടെ അവതാരമാണ്. അല്ലേ? പ്രകൃതിയും പുരുഷനും എന്നുള്ളത് പ്രകൃതിയുടെ അവതാരമാണ്. എല്ലാ ദേവന്മാരുടെയും ശക്തി ഒന്നിച്ച് ചേർന്ന് ദേവീ രൂപത്തെ പ്രാപിച്ചതാണെന്ന് നമ്മൾ കണ്ടുല്ലോ അല്ലേ? മാത്രമല്ല ആയുധങ്ങളൊക്കെ ദേവിയുടെ അംശം തന്നെയാണ്. അത്ര ശക്തിയുള്ള ആയുധങ്ങൾ ഇതിലൊക്കെ കൊടുത്തതും ദേവിയുടെ അംശമാണ്. അത് നമുക്ക് ഇനി 33 കേട്ടോ. 32 വായിക്കാം. അന്യൈരപി സുരൈർ, എന്നിട്ട് അട്ടഹസിച്ചു എന്ന് പറഞ്ഞുല്ലോ. അന്യൈരപി സുരൈർ ദേവി ഭൂഷണൈരായുധൈസ്തഥാ സമ്മാനിത നനാദോച്ചൈഹി സാട്ടഹാസം മുഹുർമുഹു. ഈ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ആയുധങ്ങൾ മുഴുവൻ എടുത്ത് ദേവി ഉറക്കെ അട്ടഹസിച്ചു. എന്നിട്ടോ അസുരന്മാരെ പേടിപ്പിക്കാനേ ഞാൻ വരുന്നുണ്ടെന്ന് പറയാം. ഇങ്ങനെ ഈ ഗർജനമൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇതിന് സിംഹനാദം മുഴക്കുക അങ്ങനെയൊക്കെ. നമ്മൾ ഭാരത യുദ്ധത്തിന് മുമ്പ് ഭീഷ്മരൊക്കെ ഉണ്ടല്ലോ സാധാരണ. അതുപോലെയാണ് യുദ്ധത്തിന് മുമ്പേ. 33 തസ്യാനാദേന ഘോരേണ കൃഷ്ണമാപൂരിതം നഭ അഥ നാദേന മഹതാ പ്രതിശബ്ദോ മഹാനഭൂത്. എക്കൊണ്ടായി എന്ന് പറയാം. എന്താ അറിയോ? എന്താ പറയുക വെച്ചാൽ തസ്യൗ ഘോരേണ നാദേന, ആ ദേവിയുടെ ആ ഉച്ചത്തിലുള്ള അലർച്ച കൊണ്ട് അല്ലെങ്കിൽ ആ ഗർജനം കൊണ്ട് കൃഷ്ണം നഭഃ ആപൂരിതം, ഈ പിന്നെന്താണ് ഊർധ്വലോകങ്ങൾ മുകളിലുള്ള ലോകങ്ങൾ മുഴുവൻ നിറഞ്ഞു എന്ന് മാത്രമല്ല താഴ്ത്ത ലോകവും. അഥ മഹതാനാദേന മഹാൻ പ്രതിശബ്ദ അഭൂത്. ആ വലിയ ഒച്ചോണ്ട് എക്കോ ഉണ്ടായി.
എവിടേക്കോ തട്ടിയിട്ട് എക്കോ. ഈ ഭീഷ്മരൊക്കെ സിംഹനാഥം മുഴുക്കിയില്ലേ മഹാഭാരതത്തിന് മുമ്പ്, അതുപോലെ ദേവി യുദ്ധത്തിന് തയ്യാറായി എന്ന് കാണിക്കാനാണ് അട്ടഹസിച്ചതേ. അത് ലോകം മുഴുവൻ ഇങ്ങനെ നമ്മൾ പറയില്ലേ, റെവർബറേറ്റിംഗ് ദ ഹോൾ വേൾഡ് എന്ന് പറഞ്ഞില്ലേ, പ്രതിധ്വനി ഹോൾ ലോകം മുഴുവനും നിറഞ്ഞ് പ്രതിധ്വനിച്ചു എന്ന് പറയുകയാണ്, എക്കോ ഉണ്ടായി. തസ്യാനാദേന ഘോരേണ, ഘോരായിട്ടുള്ള നാദാണ്, പേടിയാവണതേ. കൃഷ്ണമാപൂരിതം നഭ അഥ നാദേന മഹതാ പ്രതിശബ്ദോ മഹാനഭൂത്. ആക്ച്വലി ബ്രഹ്മാണ്ടം മുഴുവൻ മുഴങ്ങി. ഇനിയോ ചുക്ഷുഭു സകലാലോകാഹ സമുദ്രാശ്ച ചകമ്പിരേ ചചാലവസുധാ ചേലു സകലാശ്ച മഹീധരാഹ. എന്താണ് സകലാലോകാഹ ചുക്ഷുഭു? ആ അലർച്ച കേട്ട് ലോകങ്ങളെല്ലാം, ചുക്ഷുഭു പറഞ്ഞാലോ കിടുകിടെ വിറച്ചു, പേടിച്ച് വിറച്ചു. ആ ഭഗവതർ അത്ര ഒരു വലിയ അട്ടഹാസം, ലോകം മുഴുവൻ ഇറങ്ങി നിൽക്കണതുമാണല്ലോ. സമുദ്രാഹ ചകമ്പിരെ, കടലുകളൊക്കെയോ ഇളകി മറിഞ്ഞു. വസുധ ചാല, ഭൂമി വിറച്ചു, ഭൂമി കുലുക്കം പോലെ. സകലാഹ മഹീധരാഹ ചാച്ചേലു, പർവ്വതങ്ങളൊക്കെ ഇളകി മറിഞ്ഞു. അതായത് പർവ്വതങ്ങളൊക്കെ ഇങ്ങനെ ആടുക ഈ ശബ്ദം കൊണ്ട് പലതും പറ്റാതെ, ശബ്ദം കൊണ്ട് എല്ലാം പൊട്ടുക വീഴുക ഒക്കെ ചെയ്യാമല്ലോ. അതുപോലെ തന്നെ അത്ര വലിയ ശബ്ദമായതുകൊണ്ട് എന്തൊക്കെയാണ് ഉണ്ടായെന്ന് പറയണ. പിന്നെ എന്താണ്, ഹോൾ ലോകം ബ്രഹ്മാണ്ടം കിടുകിടെ വിറച്ചു, സമുദ്രങ്ങളൊക്കെ ഇളകി മറിഞ്ഞു, ഭൂമി കൊടുങ്കാറ്റിൽ ആടണ പോലെ ആടി, പർവ്വതങ്ങളൊക്കെ വിറച്ചു. ചുക്ഷുഭു സകലാലോകാഹ സമുദ്രാശ്ച ചകമ്പിരേ ചചാലവസുധാ ചേലു സകലാശ്ച മഹീധരാ. പിന്നെയോ മഹീധരൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പർവ്വതങ്ങളെയാണ് കേട്ടോ. അതായത് ഈ ഭൂമിയുടെ മഹിയെ ധരിക്കുന്നതെന്നുള്ള നിലയ്ക്ക് പർവ്വതങ്ങളാണ്. 35 ജയേതി ച മുദാ ദേവാസ്താമൂജു സിംഹവാഹിനിം തുഷ്ടുർമുനയശ്ചൈനം ഭക്തിനമ്രാത്മമൂർത്തയഃ. ദേവാഹ ച, ദേവന്മാർക്ക് സന്തോഷമായി. കാരണം ഭഗവതി ഇങ്ങനെ എത്ര ഒരു ഭയങ്കരിയായിട്ട് വന്നാൽ പിന്നെ മഹിഷാസുരനെ കൊല്ലാലോ. അപ്പോൾ അതാണ് ദേവാഹ ച സിംഹവാഹിനിയും താം. ദേവന്മാർ സിംഹത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന, സിംഹത്തിനെ വാഹനമാക്കി കൊണ്ടുവരുന്ന ദേവിയെ കണ്ട് ജയ ഇതി മുദാവൂജു, ദേവി ജയ ജയ, ദേവി ജയിക്കട്ടെ, വിക്ടറി ടു ദ ഗോഡസ് എന്ന് പറയുമല്ലോ ഇംഗ്ലീഷിലെ, വിക്ടറി ടു ദ ഗോഡസ്, അല്ലെങ്കിൽ ദേവി ജയിക്കട്ടെ, ദേവി ജയിക്കട്ടെ, ദേവി ജയിക്കട്ടെ എന്ന്. എങ്ങനെ അവർ ദേവന്മാരൊക്കെ സന്തോഷത്തോടു കൂടി വാഴ്ത്തി ദേവിയെ ജയ് ജയ് വിളിച്ചു. ആ സിംഹത്തിൻ്റെ മുകളിലിങ്ങനെ കയറി ഉള്ള ദേവിയെ കണ്ടപ്പോൾ ദേവന്മാർക്ക് സന്തോഷമായി. ഇനിയിപ്പോൾ അവരുടെ കഷ്ടകാലം തീരെയില്ലോ. അവരൊക്കെ ജയ് ദേവി എന്ന് സന്തോഷത്തോടു കൂടി വിളിച്ചു. അതാണ് മുദാവൂജു, സന്തോഷത്തോടെ വിളിച്ചു. പിന്നെയോ ഭക്തിനമ്രാത്മമൂർത്തയഃ മുനയഃ ച ഏനാം തുഷ്ടുവു. ഭക്തി കൊണ്ട് താണ് വണങ്ങി നിൽക്കുന്ന മുനിമാരൊക്കെ എന്താ ചെയ്തത്? ഭഗവതിയെ സ്തുതിച്ചു. തുഷ്ടുവു എന്താ? സ്തുതിച്ചു എന്നാണ്. തുഷ്ടുവു സന്തോഷിപ്പിക്കുകയാണേ, സ്തുതിച്ച് സന്തോഷിപ്പിച്ചു. ആരെ? മുനിമാരൊക്കെ. എങ്ങനത്തെ മുനിമാര്? നമ്രമൂർത്തയ, തല താഴ്ത്തി വണക്കത്തോടെ, വളരെ ബഹുമാനത്തോടെയും ഭക്തിയോടെയും എല്ലാ മുനികളും ഉറക്ക ഭഗവതിയെ സ്തുതിച്ചു. ദേവന്മാർ ജയ് ദേവി ജയദേവി ജയദേവി പറഞ്ഞ് വിളിച്ചു. ജയേതി ച മുദാ ദേവാസ്താമൂജു സിംഹവാഹിനിം തുഷ്ടുർമുനയശ്ചൈനം ഭക്തിനമ്രാത്മമൂർത്തയഃ. ഭക്തി കൊണ്ട് താണ് വണങ്ങിയിട്ട് അവരങ്ങനെ സ്തുതിച്ചു മുനിമാരെ. പിന്നെയോ 36 ദൃഷ്ട്വാ സമസ്തം സംക്ഷുബ്ധം ത്രൈലോക്യമമരാരയ സന്നദ്ധാഖില സൈന്യാസ്തേ സമുത്തസ്ഥുരുദായുധാ. എന്താണ് അതിലറിയോ? അമരാരയ
സമസ്തം അതായത് എല്ലാ അസുരന്മാർ, അമരാരയ പറഞ്ഞ അതായത് പിന്നെ ദേവന്മാരുടെ ശത്രുക്കൾ എന്നർത്ഥം. അമരന്മാരുടെ ശത്രുക്കൾ. അപ്പോൾ അമരാരയ എന്ന് പറഞ്ഞാൽ ദേവശത്രുക്കൾ ചില അസുരന്മാർ സമസ്തം ത്രിലോകം മുഴുവൻ സംക്ഷുബ്ധം ദൃഷ്ട ക്ഷോഭിച്ചത് കണ്ടിട്ട്, ഹോൾ 3 ലോകം മുഴുവനും ക്ഷുഭിതായി. ഭഗവതിയുടെ ശബ്ദം കേട്ടപ്പോഴേ പറഞ്ഞല്ലോ മുമ്പേ. അങ്ങനെ ഈ ത്രിലോകം മുഴുവനെ ക്ഷോഭിച്ചത് കണ്ടിട്ട് ഈ അസുരന്മാർ എന്താ ചെയ്തത്? സന്നദ്ധാഖില സൈന്യാഹ, അവരുടെ പടയെല്ലാം റെഡിയാക്കിയിട്ട് യുദ്ധത്തിന് സന്നാഹം ചെയ്തിട്ട്, യുദ്ധത്തിനൊക്കെ റെഡിയാക്കിയിട്ട് എന്താ ഉദായുധാഹ സമുത്തസ്തു, അവരുടെ സൈന്യങ്ങളൊക്കെ റെഡിയാക്കി വേഗം യുദ്ധത്തിന് ആയുധങ്ങളും എടുത്തുകൊണ്ട് പുറപ്പെട്ടു. ആര്? മഹിഷാസുരനും പാർട്ടിയും. ഈ ഭഗവതിയുടെ ശബ്ദവും കേട്ടു അവർ. അതിന് പുറമെ ഈ ത്രിലോകങ്ങളും ഇളകി മറിയണു, ഭയങ്കരമായിട്ട് ക്ഷോഭിച്ചു 3 ലോകങ്ങളും. അത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി എതിർക്കാൻ വരികയാണെന്ന്. അപ്പോൾ വേഗം ഈ മഹിഷാസുരൻ്റെ സൈന്യവും പടയൊക്കെ വേണ്ട പോലെ ഒരുക്കി നിർത്തി ആയുധങ്ങളും എടുത്ത് പുറപ്പെട്ടു. അതാണ് സമുത്തസ്തുരുതായുധാഹ, എടുത്ത് പുറപ്പെട്ടു. അതാണ് 36 പറഞ്ഞത്. ഇനി എന്താ പറയണേ? 36 വായിച്ചു. 37 ദൃഷ്ട്വാ സമസ്തം സംക്ഷുബ്ധം ത്രൈലോക്യമമരാരയ സന്നദ്ധാഖില സൈന്യാസ്തേ സമുത്തസ്തുരുദായുധാഹ. ഇവിടെ ഒന്നും പറയാനില്ല, എന്താ കഥ തന്നെ പറയാമല്ലോ. ആ കിമേതദിതി ക്രോധാദാഭാഷ്യ മഹിഷാസുര അഭ്യതാവതം ശബ്ദമശേഷൈരസുരേർവൃതം. എന്നിട്ട് എന്താ 37 പറയണോ? മഹിഷാസുര ക്രോധാത്, മഹിഷാസുരൻ ഭയങ്കര കോപിഷ്ഠനായിട്ട്, കോപം അങ്ങേയറ്റം കോപം കൊണ്ട് തിളയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഏതത് കിം ഇതി ആഭാഷ്യ, അതായത് പറഞ്ഞ് എന്താ മഹിഷാസുരനെ എന്താ അത് എന്ന് പറഞ്ഞ് വേഗം അതെ അപ്പോൾ മഹിഷാസുരൻ ക്രോധാത്, ദേഷ്യം വന്നിട്ട് ഏതത് കിം, എന്താ അത് ഒരു ശബ്ദം, അല്ലെങ്കിൽ എന്താ ഇപ്പം ഇങ്ങനെ ത്രിലോകം ക്ഷോഭിച്ച എന്നുള്ള നിലയ്ക്ക് എന്ത് പറഞ്ഞു? ഇതി ആഭാഷ്യ, ഇപ്രകാരം പറഞ്ഞ് അശേഷൈ അസുരൈഹി വൃതഃ, എല്ലാ അസുരന്മാരാലും ചുറ്റപ്പെട്ടുകൊണ്ട് തം ശബ്ദം അഭ്യധാവത, എവിടുന്ന ശബ്ദം കേട്ടാച്ചാൽ അതിൻ്റെ നേരെ ചെന്നൂന്ന്, ആ ദിക്ക് നോക്കി പാഞ്ഞ് ചെന്നൂന്ന്. എന്താ ചെയ്ത മഹിഷാസുരൻ? ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ആരോ തന്നോട് എതിർക്കാൻ വരികയെന്നല്ലേ സ്വതവെന്നെ ഭയങ്കര ക്രോധം. ഇവരുടെ ഒരു 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 സ്വഭാവമാണ് അസുരന്മാരുടെ ക്രോധം. അപ്പം ഇത് കേട്ടപ്പോൾ വല്ലാതെ കോപിഷ്ഠനായിട്ട് എല്ലാ അസുരന്മാരോടും നമുക്ക് പോവുക പറഞ്ഞ് എല്ലാ അസുരന്മാരാലും ചുറ്റപ്പെട്ടുകൊണ്ട് എവിടുന്നാണ് ആ ശബ്ദം കേട്ടാച്ചാൽ ആ സ്ഥലത്തിൻ്റെ നേരെ പാഞ്ഞ് ചെന്നു. അപ്പം ഇവിടെ ഒരു കാര്യം നമുക്ക് ശരിക്കും എനിക്ക് തോന്നി. എന്താ അറിയോ? സാധാരണ ഒരു ചില പിന്നെ വ്യാഖ്യാനത്തിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു കാര്യം എന്ന് വെച്ചാൽ സാധാരണ ഒരു യുദ്ധത്തിനൊക്കെ, സാധാരണ ഏത് യുദ്ധമാണെങ്കിലും ആദ്യം യുദ്ധത്തിന് അങ്ങോട്ട് പുറപ്പെടുന്നതിന് മുമ്പേ ആദ്യം ദൂതന്മാരെയൊക്കെ അയച്ച്, അത് ഇപ്പോഴത്തെ കാലത്തും കൂടി അങ്ങനെയാണ് അല്ലേ, ആദ്യം ദൂതന്മാരെയൊക്കെ അയച്ച് ശത്രുവിൻ്റെ വിവരങ്ങളും അവരുടെ സ്ട്രാറ്റജി എന്താ, അവരുടെ പ്ലാനും ഒക്കെ ഒന്ന് അറിയാൻ ശ്രമിക്കും സാധാരണ. അല്ലെങ്കിൽ ഒന്നുകിൽ ദൂതനെ അല്ലെങ്കിൽ രഹസ്യമായിട്ട് ഈ ചാരന്മാരെ അയക്കും അല്ലേ, ചാരന്മാരെ അയച്ചിട്ടൊക്കെ ഒന്ന് അറിയാനൊക്കെ ശ്രമിക്കും. അല്ലാണ്ട് കേട്ട ഉടനെ യുദ്ധത്തിനാരും പോവില്ലേ. സാധാരണ നിലയ്ക്ക് അങ്ങനെയാണ്. ദൂതനെ അയക്കും, എന്തെങ്കിലും ഒന്ന് നെഗോഷിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒത്തുതീർപ്പിന് സാധ്യത ഉണ്ടോ, നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ സാധാരണ ആൾക്കാർ വലിയൊരു യുദ്ധത്തിനൊക്കെ പുറപ്പെടുന്നതിന് മുമ്പ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇതൊന്നും ഇല്ലാണ്ട് ഈ മഹിഷാസുരൻ ശബ്ദം കേട്ട ഉടനെ തൻ്റെ സൈന്യങ്ങളെയൊക്കെ അങ്ങോട്ട് ഒരുക്കി ഊട്ടാനെ
എവിടുന്ന ശബ്ദം കേൾക്കണമെന്ന് വെച്ചാൽ അവിടേക്ക് അങ്ങോട്ട് പോയിട്ട് ആരാ ശബ്ദം ഉണ്ടാക്കിയ വെച്ചാൽ അയാളോട് യുദ്ധം ചെയ്തളയാം എന്ന് പറഞ്ഞിട്ട് യാതൊരു തരത്തിലുള്ള ഒരു പ്രിപ്പറേഷനോ ഒരു ചിന്തയോ അതിനെപ്പറ്റി ഒന്ന് കൂടുതൽ ചിന്തിക്കുകയൊന്നും ചെയ്യാണ്ടാണ് പുറപ്പെട്ടു. അതന്നെയാണ് അത്ര കാണിക്കണത് മഹിഷാസുരൻ മഹാതമോ ഗുണപ്രധാനിയാണെന്ന്. കാരണം അതൊന്നും ചിന്തിക്കില്ല, ദേഷ്യം വന്നിട്ട് കണ്ണ് കാണാതെ അപ്പം തോന്നി ഇതങ്ങോട്ട് ചെയ്യുകയാണ്. എന്താ സഡൻ ഇമ്പൾസിൽ അങ്ങനെ ചെയ്യണത് തമോ ഗുണപ്രധാനാണ് എന്ന് പറയുന്നുണ്ട്. അതായത് രജോ ഗുണപ്രധാനിയായിട്ടുള്ള ദേവി, ഇപ്പം ദേവി ദേവിയുടെ രാജസസ് ആസ്പെക്റ്റ് എടുത്തിട്ടാണ് ഇപ്പോൾ മഹാലക്ഷ്മിയായിട്ട് വന്നിരിക്കുന്നത് അല്ലേ. അതായത് എങ്ങനെ അറിയോ, തമോ ഗുണത്തിനേക്കാളും നല്ലതാണ്, ഉയർന്നതാണ് രജോ ഗുണം, രജോ ഗുണത്തിനേക്കാളും ഉയർന്നതാണ് സത്വഗുണം. അപ്പോൾ ദേവിക്ക് രജോ ഗുണം എടുത്തിട്ട് തമോ ഗുണപ്രധാനിയായിട്ടുള്ള മഹിഷാസുരനെ കൊല്ലാൻ വിഷമമില്ല. കാരണം തമോ ഗുണം അതിലും താഴെയാണ്. അതുകൊണ്ടാണ് അപ്പം ഇവിടെ പറഞ്ഞത്. അതായത് നമുക്കത് ശരിയാണ് ഇനിയും അല്ലേ, പലരും പെട്ടെന്ന് കേട്ട രണ്ടാമതൊന്നും ആലോചിക്കാണ്ട് സഡൻ ഇമ്പൾസിൽ ചെയ്യുന്നത് തമോ ഗുണമാണ്. അത് നമുക്കിവിടെ മഹിഷാസുരൻ്റെ ഈ ഒരു പെട്ടെന്നുള്ള ആ റിയാക്ഷൻ, എന്തിനോടും നമ്മൾ ഒരു സമയമെടുക്കാതെ പ്രതികരിക്കണത് തന്നെ ഒരു തമോ ഗുണമാണ്. അതുകൊണ്ടൊക്കെയാണോ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ പറയുന്നത് ദേഷ്യം വന്നാൽ നാമം ജപിക്കൂ എന്നൊക്കെ പറയുമല്ലോ ഇല്ലേ. അതായത് കുറച്ച് നാമം ജപിച്ചാൽ എന്താ വെച്ചാൽ ഇഫ് യു വെയിറ്റ് ഫോർ സം ടൈം നമുക്ക് നമുക്കതിനെപ്പറ്റി ആലോചിക്കാനൊക്കെ ഉള്ളൊരു മനസ്സ് വരും. മറ്റ് ദേഷ്യത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ ആലോചനയ്ക്കൊന്നും സമയം കൊടുക്കണില്ലേ. അപ്പോൾ ഒരു ലേശം വെയിറ്റ് ചെയ്താൽ, അതുകൊണ്ടാണ് എപ്പോഴും നമുക്ക് ദേഷ്യം വന്നാലും ഉടനെ ഒന്നും ചെയ്യരുതെന്ന് പറയണത് അതുകൊണ്ടാണ്. കാരണം ആലോചിക്കുമ്പോൾ നമുക്ക് ആ വിവേകം വരും, അല്ലെങ്കിൽ എന്താ പറയുക, പവർ ഓഫ് ഡിസ്ക്രിമിനേഷൻ നമ്മൾ ഉപയോഗിക്കും. മറ്റ് ദേഷ്യമാകുമ്പോൾ പവർ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഒന്നും ഉപയോഗിക്കില്ല, വെറും ഇൻസ്റ്റിങ്ക്റ്റിൽ ചെയ്യണേ. അതാണ് ഇപ്പോൾ ഇയാൾ ചെയ്തത്. അങ്ങനെ ചെയ്യണത് തമോ ഗുണമാണ്. ആൻഡ് ദേവി ഓഫ് കോഴ്സ്, ദേവി സത്വഗുണം വേണമെങ്കിൽ എടുക്കാൻ ദേവിക്ക്, തമോ ഗുണം വേണമെങ്കിൽ എടുക്കാം, പക്ഷേ രജോ ഗുണം എടുക്കാൻ വേണമെങ്കിൽ, പക്ഷെ ഇപ്പം എന്താണ് രജോ ഗുണം എടുത്തിട്ടാണല്ലോ വന്നെണ്ണ, അപ്പോൾ ഒട്ടും വിഷമല്ല കൊല്ല. എനിവേ അതിപ്പോൾ ഇവിടെ ഒരു സൈഡായിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. 37 വായിച്ചത്. അതെ, ഓക്കെ, സമയം മതി, ഇപ്പോൾ ഇവിടെ നിർത്താം നമുക്ക് കേട്ടോ. കിമേതദിതി ക്രോധാദ് ആഭാഷ്യ മഹിഷാസുര അഭ്യഥാവതം ശബ്ദമശേഷൈരസുരേ വൃത. ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് ഇതെന്താ അത് എന്ന് ചോദിച്ച് ആ ശബ്ദം കേട്ട ദിക്കിനെ നോക്കി ഈ മഹിഷാസുരൻ നേരെ ദേവിയുടെ യുദ്ധത്തിന് വേണ്ടി അങ്ങോട്ട് ദേവിയുടെ നേർക്ക് പോയി എന്ന് പറഞ്ഞ് നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. ശ്രീ ദുർഗായൈ നമഃ.